ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയ പൊടിക്കയ്യുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൽ രുചി ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് വന്നില്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ, അതല്ല നമുക്ക് വേറെ എന്തെങ്കിലും ഫുഡുകൾ, അതായത് നമ്മൾ ഫ്രൈ ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ, ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു പൊടിക്കൈയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താണെന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് വെക്കുക. അതിലോട്ട് ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. അത് നമുക്ക് എത്രത്തോളം മസാലയാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്താൽ മതി. കുറച്ച് കല്ലുപ്പാണ് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് കല്ലുപ്പ് തന്നെ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട മെയിൻ കാര്യം മുതിരയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കടയിൽ നിന്ന് വാങ്ങിക്കാനൊക്കെ കിട്ടുന്ന സാധനമാണ്. ഞങ്ങളെല്ലാവരും തോരനൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നതല്ലേ. സോ അതും കൂടെ എല്ലാം കറക്റ്റ് അളവിന് വേണം എടുക്കാനായിട്ട്. നമുക്ക് എത്ര മസാല വേണോ അതിനനുസരിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ മസാല എന്ന് പറയുന്നത്. ഇത് നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ടേസ്റ്റ് കുറവാണ്, അല്ലെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഫിഷൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ചേർക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ഒരു പൊടി പൊടിച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. കായപ്പൊടി എന്ന് പറയുന്നത് നമുക്ക് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാത്ത കാണിക്കാത്തത് പൊടിയായിട്ടാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അതല്ല, കായത്തിൻ്റെ കട്ട കയ്യിലുള്ളവരാണെങ്കിൽ അത് ഈ കൂടത്തിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് നമുക്ക് ഒന്നിച്ച് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കുക. അപ്പം ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.